കാർത്തിക് സൂര്യ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഐ ടേൺഡ് 1 സ്റ്റാർ റേറ്റഡ് ട്രെയിൻ 5 സ്റ്റാർ എന്നായിരുന്നു ടൈറ്റിൽ. അപ്പം എല്ലാ ആളുകൾക്കും മെസ്സേജ് കൊടുക്കുന്ന ഭയങ്കര സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, അതായത് ഈ ഒരു ട്രെയിൻ നമ്മളെല്ലാവരും ഇങ്ങനെ ആവണമെന്ന് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആവണം എന്നെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വ്ലോഗ്. അപ്പം ഈ ഒരു മറ്റേ ആ KT-ATR സീരീസ് ഓഫ് വ്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് വന്നൊരു വീഡിയോ ആണെന്നുള്ളതാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. മറ്റേ പാൻമസാലയൊക്കെ കാർത്തിക് സൂര്യ ട്രെയിനിൽ ഇരുന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ സംസാരം ഉണ്ടായില്ലേ, അത് തന്നെ ആ സീരീസ് ഓഫ് വ്ലോഗിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ദിബ്രുഗഡിലേക്കാണ് കാർത്തിക് സൂര്യ ട്രെയിൻ യാത്ര നടത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ കമന്റ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റയാൻ ട്രഹാൻ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കോപ്പി ചെയ്തേക്കാണെന്നുള്ളതാണ്. അതായത് റയാൻ ട്രഹാൻ എന്ന് പറയുന്നത്, എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, എന്നാലും നമുക്ക് ഇപ്പോൾ തൽക്കാലം റയാൻ എന്ന് പറയാം. റയാൻ ട്രഹാൻ വീഡിയോ സ്റ്റൈൽ എക്സാക്റ്റ് കോപ്പി ഈവൻ ഇൻക്ലൂഡിംഗ് ദ BGM ആൻഡ് സൗണ്ട് എഫക്ട്സ് റിയലി ബ്രോ. ഇവിടെ ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് കാർത്തിക് നൈസായിട്ട് റയാൻ്റെ വീഡിയോ ചുരുണ്ടി, പക്ഷേ ഒത്തില്ല, നല്ല ക്രിഞ്ച് ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്കിലും കോപ്പി അടിക്കാണ്ടിരിക്കായിരുന്നു, റയാൻ ട്രഹാൻ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമൻറ്റ് കാര്യങ്ങളെ കുറച്ച് ആൾക്കാരൊക്കെ ഇട്ട് വന്നേക്കുന്നത്. കുറേ ആൾക്കാർ ഇത് അവരെ കോപ്പി അടിച്ചത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ചില ആൾക്കാർ അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കോപ്പിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ആദ്യം നമുക്ക് കാർത്തിക് സൂര്യയുടെ ആ ഒരു ഇൻട്രോ കുറച്ച് ഭാഗങ്ങളിൽ കേൾക്കാം. ഇന്ത്യയിലെ ലോങ്സ്റ്റ് റണ്ണിംഗ് 1 സ്റ്റാർ റേറ്റഡ് ട്രെയിൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 സ്റ്റാർ റേറ്റഡ് ട്രെയിൻ ആക്കാൻ പോവുകയാണ്. 4218 കിലോമീറ്റർ, അതാണ് ഇന്ത്യയിലെ ലോങ്സ്റ്റ് റണ്ണിംഗ് ട്രെയിൻ. വിവേക് എക്സ്പ്രസ് എന്ന പേരുള്ള ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ്നാട് കന്യാകുമാരിയിലാണെങ്കിൽ ഇത് ചെന്ന് എൻഡ് ചെയ്യുന്നത് ആസാമിലെ ദിബ്രുഗഡിലാണ്. ഓക്കെ, അപ്പം ഇതായിരുന്നു കാർത്തിക് സൂര്യയുടെ ഇൻട്രോ. ഇനി റയാൻ ട്രഹാൻ എന്ന് പറയുന്ന ആ മച്ചാന്റെ വീഡിയോ, ഒരു ഇംഗ്ലീഷ് യൂട്യൂബർ ആണ്. അപ്പോൾ ആ മച്ചാന്റെ വീഡിയോ കൂടെ നമുക്ക് കാണാം, അയാളുടെ ആ ഒരു ഇൻട്രോ. I have collected the craziest 1-star airline reviews from across the world, and today I'm going to put them to the test. However, the only rule is I have to leave a 5-star review for each airline, but I can't lie. My final boss for this challenge is going on an airline based in Europe with the best name ever, but the most frightening reviews I've ever seen. Ryanair. I also needed an excuse to watch some football highlights because I've got a fantasy draft this weekend, so pretty excited for that. Let's catch our first flight. ഓക്കെ, അപ്പോൾ സംഭവം കണ്ടല്ലോ, റയാൻ ട്രഹാൻ എന്ന് പറയുന്ന മച്ചാനും ചെയ്തേക്കുന്ന സെയിം സാധനം തന്നെയാണ്. അതായത് കാർത്തിക് സൂര്യ ചെയ്തേക്കുന്നത് അതേപോലെ സെയിം കോണ്ടന്റ് ആണ് കോപ്പി ചെയ്തേക്കുന്നത്. റയാൻ അവിടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുന്നു, ഇവിടെ കാർത്തിക് സൂര്യ ട്രെയിനിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുന്നു. കാര്യം നമുക്ക് അതിനുള്ള സാമ്പത്തികമൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സംഭവം പരിപാടി. പിന്നെ ഈ പറയുന്ന പോലെ ആൾക്കാർ ഈ ഗൂഗിൾ റിവ്യൂ സംഭവം അതായിരിക്കുമല്ലോ, ഈ പറയുന്ന റിവ്യൂ കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ് 5 സ്റ്റാർ 2 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനമുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ള ബാഡായിട്ട് ഇട്ടേക്കുന്ന, അതിൽ മോശമായിട്ട് ഇട്ടേക്കുന്ന റിവ്യൂ ഒക്കെ ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് കാർത്തിക് സൂര്യ ശ്രമിക്കുന്നത്. റയാൻ ട്രഹാൻ്റെ വീഡിയോക്കകത്താണെങ്കിൽ ഈ ഇട്ടേക്കുന്ന ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും കാർത്തിക് സൂര്യയുടെ ഈ അടുത്ത കുറച്ച് വിഷയസ് കൂടെ കാണാം. ട്രെയിനിന് മറ്റൊരു ക്രെഡിറ്റ് കൂടെ ഉണ്ട്, വൺ ഓഫ് ദി മോസ്റ്റ് വേർസ്റ്റ് റേറ്റഡ് ട്രെയിൻസ് ഇൻ ദ ഇന്റർനെറ്റ്. ഫോർ എക്സാമ്പിൾ 7/7/2024 ദത്ത ഇട്ടേക്കുന്ന കമന്റ് ആണ് ഗൈസ്. ആക്ച്വലി റിഗാർഡിംഗ് പങ്ക്ച്വാലിറ്റി ഇറ്റ് ഡസന്റ് ഡിസർവ് എനി റേറ്റിംഗ്. 3 hour delay can be acceptable, but after that no information about the timing. Getting late for 5 to 6 hours at departure from starting points itself is not at all acceptable. Indian Railway should kindly look after this matter. ഓക്കെ, അപ്പം ഇന്ത്യൻ റെയിൽവേയിൽ ആ ഒരു ട്രെയിൻ ഇത്രയും ലോങ്ങസ്റ്റ് ജേണിയിൽ പോകുന്ന, അല്ലെങ്കിൽ ഇത്രയും ലോങ്ങസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനിൻ്റെ അകത്തിൽ നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കുന്ന സംഭവമാണ് വായിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ വന്നേക്കുന്ന നെഗറ്റീവ് റിവ്യൂ പോസിറ്റീവ് ആക്കുന്ന പരിപാടിയാണ്. ഇനി ഇതേപോലെ തന്നെ പ്ലെയിനിനെ കുറിച്ചിട്ടാണ് ഈ കുറേ ആൾക്കാർ റിവ്യൂ സാധനങ്ങൾ ഇട്ടേക്കുന്നത്. അതാണ് നമ്മുടെ റയാൻ വായിക്കുന്നത്. I am in New Jersey and our first 1-star airline is United Airlines. You might be wondering, Ryan, why the heck are you starting in New Jersey? Well, that would be because of LB's review. LB said, I'm in New Jersey. Gate 17 smells like fumes. Again, it's time to board this sold-out flight and plane hasn't shown up yet. Update, they canceled my flight to Nashville. Update, missed a wedding. Update. 3 days later, my head is pounding from the fumes. Gate 17, just shut down the gate. 1 star. My flight is going to Nashville. കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. രണ്ടും സെയിം ആണ്. അവിടെ ചെയ്തേക്കുന്നത് തന്നെയാണ് എക്സാക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തേക്കുന്നത്. ആൻഡ് ഇനിയുള്ള അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ ഒരു പ്രോബ്ലം, ഈ നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പിന്നീട് അതിനെ റേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് കാർത്തിക് സൂര്യ പറയുന്നത്. അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങൾ BGM മോഡ് ഒന്ന് ശ്രദ്ധിച്ചോണേ. 5:27 ട്രെയിൻ എടുത്തു കഴിഞ്ഞു ഗൈസ്. സോ ഡിപ്പാർച്ചർ ഈസ് ഓൺ ടൈം. ഇനി അറൈവൽ ഓൺ ടൈം ആണെങ്കിൽ ട്രെയിനിന് പങ്ക്ച്വാലിറ്റിയിൽ 5 സ്റ്റാർ കിട്ടുന്നതായിരിക്കും. ലെറ്റ്സ് സീ. 5
ഗൈസ് ആർപോൺ 7നും ഏട്ടൻ 8Kക്കും സലീമിനും കണ്ണനും എല്ലാം പറയാനുള്ള ഒരു കാര്യമാണ് ഗൈസ്, ഈ ട്രെയിൻ ഭയങ്കര ഓവർ ക്രൗഡഡ് ആണ്. സ്ലീപ്പർ ഓക്കെ, അപ്പം ഇതിനകത്തുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനെ കൊണ്ടുള്ള കാര്യങ്ങൾ പിന്നെ അതിനെ റേറ്റ് ചെയ്യാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനിയും നമ്മുടെ റയാൻ ടെഹ്റാൻ ഇതിനെയാണെങ്കിൽ ഇതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്ത് അതിന് റേറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. റയാന്റെ റേറ്റിംഗ് പറയുന്ന ഒരു സാധനമുണ്ട്. I also ate some chicken, and now I think I'm ready to write my review. Good morning. It's the next day. Today I'm flying a ഓക്കെ, അപ്പം റയാൻ അതിനെ പിന്നീട് റേറ്റ് ചെയ്യുന്നേക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അതിലെ BGM നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു BGM ആണ്. സോ ആ ഒരു മിഷൻ നമ്മൾ അക്കോംപ്ലിഷ് ചെയ്തു. അങ്ങനെ നമ്മുടെ 1 സ്റ്റാർ പ്രോബ്ലത്തെ നമ്മൾ 5 സ്റ്റാർ സൊല്യൂഷനിൽ കൊണ്ടെത്തിച്ചേക്കുന്നു. കണ്ടല്ലോ, അവിടെ റയാൻ ടെഹ്റാനെ ഇതേപോലെ ഇതിനെ റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതേപോലെ കാർത്തിക് സൂര്യ എന്നിട്ട് ഈ പ്രോബ്ലം സോൾവിങ് ആൻഡ് റേറ്റിംഗ് എന്നുള്ളൊരു സാധനം കാർത്തിക് സൂര്യൻ ചെയ്യുന്നുണ്ട്. എക്സാക്ട് ഈ സാധനം എന്ന് പറഞ്ഞാൽ റയാൻ ടെഹ്റാന്റെ ഈ പറയുന്ന കണ്ടന്റ് അതേപോലെയുള്ള ഒരു കോപ്പിയാണ് അല്ലേ. ഈവൻ BGM ഉൾപ്പെടെ ആ സൗണ്ടിന് നിങ്ങൾ കേട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും മാറ്റാതെ എക്സാക്ട് അതേ സാധനം തന്നെയാണ് കാർത്തിക് സൂര്യയുടെ വ്ലോഗിനകത്തും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ഈവൻ എഡിറ്റിംഗ് ഉൾപ്പെടെ. ഓക്കെ, അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, കാർത്തിക് സൂര്യയുടെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇൻസ്പയർഡ് ബൈ റയാൻ ടെഹ്റാൻ എന്ന് പറഞ്ഞിട്ട് കാർത്തിക് സൂര്യനെ ഇട്ടിട്ടുണ്ട്. പിന്നീട് വന്നുള്ളൊരു ഇതിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ് ഈ പറയുന്ന ഒരാളുടെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തേക്കുന്നതാണ്. അതായത് റയാൻ ടെഹ്റാൻ ഇൻസ്പയർഡ് BG സ്കോറിംഗ് റേറ്റിംഗ് സിസ്റ്റം സ്റ്റോറി ടെല്ലിംഗ് എല്ലാം റയാൻ ടെഹ്റാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇട്ടേക്കുന്ന കമൻറ്റ് തിരിച്ച് മറുപടി ആയിട്ട് ഒരാൾ ഇട്ടേക്കുന്നതാണ്. ഇത് ഇൻസ്പയർഡ് എന്ന് പറയല്ലേ, നല്ല പക്കാ കോപ്പി അടി, സ്വന്തമായിട്ട് സ്റ്റൈലൊന്നും ആഡ് ചെയ്തത് പോലുമില്ല. വീഡിയോ സ്റ്റൈൽ ആണെങ്കിൽ പോട്ടെ, ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഇത് സ്റ്റൈല്, തമ്മിൽ BGM, സൗണ്ട് എഫക്റ്റ്, എഡിറ്റിംഗ് എല്ലാം എക്സാക്റ്റ് കോപ്പി. ഇവൻ വിചാരിച്ച് കാണും മാർക്ക് മനസ്സിലാവില്ലെന്ന് നൈസായിട്ട് ചുരണ്ടി കള്ളൻ. ഓക്കെ, ഇത് കാർത്തിക് സൂര്യ തന്നെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ റയാൻ ടെഹ്റാന്റെ വീഡിയോ ഇൻസ്പയർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് സൂര്യ വീഡിയോയുടെ അവസാനം കാർത്തിക് സൂര്യ തന്നെ ഇടുന്നുണ്ട്. പിന്നെ വീഡിയോക്കകത്തൂടെ പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എടീ, ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കാണുന്നത് കാർത്തിക് സൂര്യ മാത്രമല്ലെന്നും കേരളത്തിൽ ബാക്കിയുള്ള ആൾക്കാരും കാണുന്നുണ്ടെന്ന് ഇവിടെ കാർത്തിക് സൂര്യക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് അറിയായിരിക്കുമല്ലോ. അങ്ങനെ കാർത്തിക് സൂര്യ മാത്രമേ കാണുന്നുള്ളൂ എന്ന് എന്തായാലും വിചാരിക്കുന്ന ഒരു പൊട്ടനായിരിക്കില്ലല്ലോ കാർത്തിക് സൂര്യ. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ കോപ്പി അടിച്ച് എക്സാക്റ്റ് കണ്ടന്റ് കോപ്പി അടിച്ച് ഈവൻ BGM സാധനങ്ങളൊക്കെ അതേപോലെ കോപ്പി അടിച്ചു. സോ വാട്ട്, എന്താണ് പ്രശ്നം? എന്താണ് നമ്മുടെ നാട്ടിൽ ഈ യൂട്യൂബേഴ്സ് ഇപ്പം എന്താ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്താണ്? ഈ എന്താ പറയുക, ഇപ്പം ചോറുണ്ടപ്പം അതിലെ 100 അരിമണിയിൽ 1 അരിമണി വെളിയിൽ വീണു, ചിരിച്ചപ്പോൾ പല്ല് കണ്ടില്ല, നടന്നപ്പോൾ മുട്ട് മടങ്ങി എന്നൊക്കെ പറയുന്ന കുറേ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംസാരിക്കുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവരുണ്ടാക്കി പടച്ചു വിടുന്നത്. കണ്ടന്റ് ക്വാളിറ്റി നിങ്ങളൊന്ന് ആലോചിക്കും. ഈ സാധനം നിങ്ങൾ എക്സാക്റ്റ് ഒരു കോപ്പിയാണെന്ന് നിങ്ങൾ പറയാം. നാളെ നിങ്ങൾ ക്യാമറ എടുത്തോണ്ട് ഈ സാധനം അതേപോലെ ഇതേ മേക്കിങ്ങിൽ ആൾക്കാരിലോട്ട് ഇത്രയും അടിപൊളി പ്രസന്റേഷൻ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത്ര നിങ്ങളൊന്ന് ആലോചിക്കാം. പിന്നെ കാർത്തിക് സൂര്യ കോപ്പി അടിച്ചു നിങ്ങൾ പറയുമ്പോഴും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ നിക് വ്ലോഗ്സ് ആണെങ്കിലും തൊപ്പി ആണെങ്കിലും ഓരോരോ വലിയ പുറത്തുള്ള ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിന്റെ കണ്ടന്റ്സ് ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ തന്നെ കോപ്പി ചെയ്തിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നിക് വ്ലോഗ്സ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ മിസ്റ്റർ ബേസിനെ കോപ്പി ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ തൊപ്പിയാണ് ഐഷോ സ്പീഡിനെ. ഇപ്പോൾ കാർത്തിക് സൂര്യ മിസ്റ്റർ ബേസിനെയും കോപ്പി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറൊരുത്ത നിയസ്റ്റ് നിസാം അങ്ങനെ പറയുന്നൊരു, അയാളുടെ പേര് എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടുന്നില്ല, നെസിയസ്റ്റ് അങ്ങനെ എന്തോ തോന്നുന്നു, അയാളുടെ വീഡിയോ പ്രസന്റേഷൻ രീതി ഇടയ്ക്ക് കാർത്തിക് സൂര്യ ചെയ്യാറുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ ഈ റയാൻ മച്ചാൻ്റെ ആണെങ്കിൽ വീഡിയോ അതേപോലെ കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൂട്ടി സോ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനത്തെ കണ്ടന്റ്സ് ആരും ചെയ്യാറില്ല. അപ്പം ഇതൊരു ഫ്രഷ് കണ്ടന്റ് ആണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന്. അവിടെയുള്ള ആൾക്കാർക്ക് ഇത് പക്ഷേ ഇതെല്ലാം നമ്മൾ കാണുന്നില്ല അവൻ്റെ വീഡിയോ. ഇവിടെ വരുമ്പോൾ ആൾക്കാർക്ക് കാണാത്തതുകൊണ്ട് തന്നെ കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് കണ്ടന്റ് ആയിട്ട് എല്ലാവരിലോട്ടും എത്തും. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിനകത്ത് വേറൊരു ആൾക്കാർ പറയുന്നൊരു സാധനം, അത് കോപ്പി ചെയ്യാനും മാത്രം ഇത്ര സ്വന്തമായിട്ടൊരു സ്റ്റൈല് പോലും ഇല്ല, ഇതൊക്കെയാണോ ഇങ്ങനെ, ഈവൻ തംബ്നെയിൽ വരെ അതേപോലെ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ എത്ര മലയാള സിനിമകൾ നമ്മുടെ ഈ താളവട്ടം സിനിമയിലെ എക്സാക്റ്റ് ഒരു സിനിമയുടെ കോപ്പിയാണ്, ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയാണ്. അപ്പം നിങ്ങൾ പറയുന്ന അത് ഇംഗ്ലീഷ് ആയിരുന്നു, ഇത് മലയാളമായിരുന്നു, അതുപോലെ ഉള്ളൂ ഇതും. അത് എന്താ പറയുന്നത്, ഈ റയാൻ്റെ ആണെങ്കിൽ ഇംഗ്ലീഷ് വ്ലോഗായിരുന്നു, ഇത് കാർത്തിക് സൂര്യയുടെ മലയാളത്തിലുള്ള വ്ലോഗ്, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര സിനിമകൾ ഇതുപോലെ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഈ അടുത്ത്, ആ ഒരു സിനിമ. അപ്പം എത്ര സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ കൊറിയൻ സിനിമകൾ കുറേ ഇങ്ങോട്ട് മലയാളത്തിൽ കോപ്പി അടിക്കുന്നുണ്ട്. എത്രയോ പഴയ എവർഗ്രീൻ ആയിട്ടിരിക്കുന്ന മലയാളത്തിൽ എത്ര സിനിമകൾ കോപ്പി അടിയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അത്രയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നമാണ്, പലതും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും എനിക്ക് ഈ ഒരു വ്ലോഗിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട്
കാർത്തിക് സൂര്യ ചെയ്തതില്ല. കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്തേക്കുന്ന ഒരു സാധനം ഭയങ്കര അടിപൊളിയായിട്ടൊരു സാധനമാണ്. അവിടുത്തെ ബാത്റൂം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം വിശ്വസിച്ചുണ്ട്. അത് ഞാൻ കുറച്ച് ഇവിടെ പ്ലേ ചെയ്യാം. ബ്രഷും ഹാർപ്പിക്കും അതിന് വേണ്ട സാധന സാമഗ്രികളും എല്ലാമായി ഞാൻ കക്കൂസ് കയറി. എന്റെ പൊന്നോ, അഴുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇന്ത്യൻ ക്ലോസറ്റിന്റെ സൈഡിൽ അത്രയും അഴുക്ക്, അതിന്റെ ചുറ്റും ഒട്ടിച്ചേക്കുന്ന സിലിക്കൺ മൊത്തം അഴുക്ക്, അതിന്റെ സൈഡിലുള്ള ഡ്രെയിൻ അഴുക്ക്, അതിന്റെ ഹോൾ അഴുക്ക്, അഴുക്കില്ലാത്തൊരു ഭാഗം അതിനകത്തില്ല. അവിടത്തെ വാഷ് ബേസിൻ നമ്മൾ നോക്കി അതും ഗതികെട്ട അവസ്ഥയിൽ. പിന്നെ വെള്ളം പിടിക്കാനായിട്ട് വെച്ചേക്കുന്ന മഗ്ഗിനകത്ത് ഒരു ഓന പൊത്തല്, അതിനകത്ത് വെള്ളം ചാടുന്നു. അത് മാത്രമല്ല, ആ കപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഉണ്ടാക്കിയ കാലത്ത് വാങ്ങിച്ചു വെച്ച കപ്പാണെന്ന് തോന്നുന്നു. അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിനകത്താണ് ആൾക്കാർ സാധിക്കണമെന്ന് വരെ നമുക്ക് തോന്നി. അത്ര വൃത്തികെട്ടത് കപ്പ്. എന്തായാലും എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കർമ്മം അങ്ങോട്ട് തുടങ്ങി. ഹാർപ്പിക്ക് കടച്ചാതി എല്ലായിടത്തും ഒഴിച്ച് ബ്രഷും കൊണ്ട് ഞാനൊരു പിടി അങ്ങ് തുടങ്ങി. ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നമ്മള് വന്ന് കയറിയ ടോയ്ലറ്റേ അല്ല അവസാനത്തെ ടോയ്ലറ്റ്. ഇതെന്താ ഇവിടെ ഉണ്ടായപ്പോ നമ്മൾ പുതിയൊരു കക്കൂസ് കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ. ഈ ട്രെയിനിനകത്ത് ഇത്രയൊക്കെ വൃത്തി ഇതിന് വരുമെന്ന് ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചു പോയി. ഞാൻ ഒരാള് ചെയ്തപ്പോ വന്നതാണ് ഇത്. അപ്പൊ പറ്റാത്തത് കൊണ്ടല്ലേ നടക്കും വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മുടേതായ രീതിയിൽ 1 സ്റ്റാർ റേറ്റഡ് കക്കൂസിനെ നമ്മൾ 5 സ്റ്റാർ റേറ്റഡ് കക്കൂസ് ആക്കിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ആ സന്തോഷം എന്നെ കർത്തിക്കണം നോക്കൂ ബ്രദർ. എടേ, ഇത് കാർത്തിക് സൂര്യ ഇതിനകത്ത് ചെയ്തേക്കുന്ന നിങ്ങൾ ആലോചിച്ച് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമാണ്. ഈ പറയുന്ന പോലെ കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഈ ചെയ്തേക്കുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടൊരു കാര്യമാണല്ലേ. ഇങ്ങനെ അതും ഇത്രയും വൃത്തിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെ എനിക്കാണെങ്കിൽ എന്നുള്ള സാധനമാണ് എനിക്ക് അടിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്രയും സ്മെല്ലൊക്കെ സഹിച്ചിട്ട് ഇതൊക്കെ വൃത്തിയൊക്കെ പോയിട്ടുള്ള സാധനം. പിന്നെ കാർത്തിക് സൂര്യ പറയുന്നൊരു സാധനമുണ്ട്, ഇത് ഞാൻ ഒരാൾ വിചാരിച്ചപ്പോൾ ഇത് നടന്നു, നിങ്ങളും വിചാരിക്കണം എന്നുള്ളത്. ഇതെല്ലാവരും ഇങ്ങനെ ഇത് ഇൻസ്പയർഡ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് അങ്ങനെ നിർബന്ധം പിടിക്കാനത് പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇവിടെ നമ്മുടെ സ്കൂൾ കോളേജ് ഇതൊക്കെ ആണെങ്കിൽ NSS NCC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സേവനപരവും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ പച്ച വീട്ടിൽ പ്രശ്നേഷനെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്, അവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ട് നിർത്തേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അവനൊക്കെ ആണെങ്കിൽ മറ്റേ എന്താ പറയുക, സിറിഞ്ച് കുത്തുന്നു, മറ്റേത് കുത്തുന്നു, വീട്ടിൽ നിന്ന് കിട്ടി കാലിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കാലിൻ്റെ ഇടയിൽ പൊടി പറ്റി അതൊക്കെ ക്ലീൻ ചെയ്യണം, ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഹോട്ടൽ ശരിയല്ല എന്നൊക്കെ പറയുന്ന ഇവനെ പോലുള്ള ആൾക്കാർ ഇവിടെയൊക്കെ സ്ഥലത്ത് പോയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അല്ലാതെ മറ്റേ എന്താ പറയുക നീട്ടി വലിയ കൊണയടിയോ കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് എന്തിത് അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെയാണ് പോകേണ്ടത്. പിന്നെ ബാക്കിയുള്ളവർ എല്ലാവരും ഈ പറഞ്ഞ സാധനം ഇൻസ്പയർ ആയിട്ട് ചെയ്യുമെന്നൊന്നും യാതൊരു നിർബന്ധം പറയാൻ പറ്റില്ല. എല്ലാവരും വന്ന് ക്ലീൻ ചെയ്യാൻ കാര്യം ഇതൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി ഞാനാണ് എന്തായാലും ചെയ്യൂല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഓൾറെഡി ഓരോ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിർത്തിയിടുന്ന ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന അവർ വന്ന് ക്ലീൻ ചെയ്യുന്ന വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടൊന്നും എന്തായാലും അവർ ക്ലീൻ ചെയ്യൂല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ടിട്ട് എല്ലാ ആൾക്കാരും ഇത് കണ്ടിട്ട് നാളെ മുതൽ ട്രെയിൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങാം അങ്ങനൊന്നും കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ചെയ്യൂല. കാരണം ഈ പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനം എന്ന് വെച്ചാൽ ഞാനത് വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇത് ക്ലീൻ ചെയ്യാനൊക്കെ അവിടെ ജോലിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളായിട്ട് പോയി സംഭവം ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങനത്തെ പോയി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അപ്പുറത്തെ കണ്ടന്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കോപ്പി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം തോന്നേണ്ട കാര്യമൊന്നും ഇല്ലടേ. ഇതെല്ലാം പാർട്ട് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ ആണ്. കോപ്പിയുടെയൊക്കെ ഇവിടെ വലിയ സ്ട്രീംസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു യൂട്യൂബർ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കുരുവട്ടാനും മാത്രം ഒന്നും ഇല്ല. ഓക്കെ, അത് ക്രിഞ്ചാണേലും എന്തോ ആയിക്കോട്ടെ, കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. ഓക്കെ, പക്ഷേ കാർത്തിക് സൂര്യ കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും അവിടെയുള്ള ആർക്കാർക്കെങ്കിലും അല്ലെങ്കിൽ ഈ ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ വരുന്നവന്റെ ഭാഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വാവ്, ഇന്ത്യൻ റെയിൽവേ ഇങ്ങനത്തെ ഇത്രയും അടിപൊളി ബാത്റൂം അത് ഞെട്ടിപ്പോയിട്ടുണ്ടായിരിക്കും.